ഫെലോഷിപ്പ് നേടിയ ഏക സൈനികൻ ഒരു പക്ഷേ VV അയ്യപ്പൻ എന്ന നമ്മുടെ കോവിലനാകാം. ആ കോവിലന് ഉചിതമായ സ്മാരകം രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെയും രാജ്യരക്ഷാ വകുപ്പിന്റെയും അഭിമാന സ്തംഭം പോലെ ഉയർത്താൻ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രതിരോധ മന്ത്രി AK ആന്റണിയിൽ സ്നേഹപൂർവ്വം സമ്മർദ്ദം ചെലുത്താൻ, അതാണ് ഒരു ആവശ്യം. മറ്റൊന്ന്, കോവിലന്റെ പേരിൽ നാം പണിതുയർത്താൻ ആഗ്രഹിക്കുന്ന ചരിത്രപുര സമുച്ചയത്തിന് വേണ്ട നിർമ്മാണാനുമതി ലഭിക്കാനുമുള്ള അപേക്ഷയാണത്. ആ നിവേദനം സമർപ്പിക്കുന്നത് കോവിലൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ BA വിജയ ടീച്ചറെ. നിവേദനം എല്ലാവർക്കും വേണ്ടി, സാംസ്കാരിക കേരളത്തിന് വേണ്ടി കൈപ്പറ്റാൻ PC ചാക്കോ MPയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ തേങ്ങൽ ഇറോം ചാലിയ കലാപം, ഇറോം ചാലു ശർമിള. Why don't you rise up from your grave to sing, to navigate on your guitar? ചിലിയുടെ പാട്ടുകാരിയും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾക്ക് കാരണമായി തീർന്ന പാട്ടുപ്രസ്ഥാനത്തിലെ മുഖ്യ സാന്നിധ്യവുമായ വയലത്ത പാരയെക്കുറിച്ച് സാക്ഷാൽ പാബ്ലോ നെരൂദ എഴുതിയ വരികളാണിവ. പ്രസിദ്ധ തമിഴ് എഴുത്തുകാരൻ ചാരു നിവേദിതയാണ് ഈ വിപ്ലവഗായികയെ തന്റെ ലേഖനത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ശർമിളയുടെ ചീകാതെ ചുരുണ്ടുപോയ തലമുടിക്കുള്ളിലെ കലാപത്തിന്റെ ധ്വനികൾ ഓർത്തുകൊണ്ട് 0 ഡിഗ്രിയുടെ രചയിതാവിനെ, ചാരു നിവേദിതയെ, കണ്ടാണശ്ശേരിയുടെ തട്ടകപ്പെരിമ, ഈ പ്രതിരോധ സമ്മേളനം കാർഷിക സംസ്കാരത്തിന്റെ അടയാളമായ കാളയ്ക്ക് മാലചാർത്തി ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം, സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. We humbly request you, Honorable Charu Nivedita, to inaugurate this holy conference. Mama,
Thank you.